എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗമാണ്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവിൽ നിറഞ്ഞവരായി, ബട്ട് ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞു. അവിടെ നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കേണ്ട കാര്യം അതാണ്. പിന്നെ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ബട്ട് ബി ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ വീഞ്ഞു കുടിച്ച് മത്തനാകുന്നതിന് തുല്യമായ ഒരു അവസ്ഥയാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുമ്പോൾ. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, ആത്മാവിനാൽ നിറയപ്പെടുമ്പോഴുണ്ട്, അല്ലെങ്കിൽ മദ്യപിച്ചാൽ തന്നെ ഉണ്ടാകുന്ന വീഞ്ഞു കുടിച്ചാലുള്ള പ്രത്യേകത എന്താണ്? ഗ്രാജുവലി നമ്മളിൽ ഈ വീഞ്ഞ് ലഹരി പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളങ്ങില്ലാതായിട്ട് ആരാ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്? വീഞ്ഞാ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. എന്നതുപോലെ നമ്മളില്ലാതായി ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും. വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, അല്ലെങ്കിൽ വെൻ യു ആർ ഡ്രങ്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവിനാൽ ലഹരി പിടിച്ചവരായി തീരുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങളുടെ പ്രവൃത്തികൾ, എൻ്റെ പ്രവൃത്തികളൊന്നും അല്ല നടക്കുന്നത്. പിന്നെ എല്ലാം നടക്കുന്ന പ്രവൃത്തിയല്ല ആരുടെ പ്രവൃത്തികളാണെന്നറിയാമോ? ആത്മാവിൻ്റെ പ്രവൃത്തികളാണ് നടക്കുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നത് എന്തൊക്കെ നടക്കുമെന്ന് അവിടെ പറയുന്നു. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അവയാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. അടുത്ത എന്താണ് പറയുന്നത്? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഇത് ഇവിടെ ആണോ അതിൻ്റെ താഴെയാണോ? അതായത് ഈ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ എന്നുള്ള വാക്ക് ചില ട്രാൻസ്ലേഷൻസിൽ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഭാര്യാഭർത്തൃ ബന്ധത്തിലെ കാര്യമാണ് എന്ന് പറയുന്നതുണ്ട്. പക്ഷെ എന്താണെങ്കിലും ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത് ഒരു ജനറൽ ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഉപദേശമാണ്. അത് ഭാര്യാഭർത്താക്കന്മാരും അന്യോന്യം കീഴ്പ്പെട്ടിരുന്നല്ലേ പറ്റുള്ളൂ. അന്യോന്യം എന്നിട്ടാണ് പറയുന്നത്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കർത്താവിന് പോലെ കീഴടങ്ങിയിരിക്കും. അത് നമ്മൾ ഫാമിലി സെമിനാറിന് കുറച്ചുകൂടെ കേൾക്കും. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞത്, ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും എന്താണ് വീഞ്ഞു കുടിച്ച് മത്തരായെന്നത് പോലെ ആത്മാവിനെ പാനം ചെയ്ത് മത്തരായി കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്ന പ്രത്യേകത എന്നറിയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ, യു വിൽ ബി സ്പീക്കിംഗ് വൺ അനദർ ഇൻ സാംസ് ആൻഡ് ഹിംസ്. സംസാരിക്കുന്നത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. നമ്മളിവിടെ പറയുന്നതെന്നറിയാം, നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ കൺസെപ്റ്റിന് യോജിക്കുന്ന രീതിയിൽ. ഞാൻ ഈയിടെ മോൺ കാർലോസ് ഓട്ടസിൻ്റെ പുസ്തകം വായിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും കയറിയിരിപ്പുണ്ട്. നമ്മൾ എങ്ങനെ ഇപ്പോൾ ബൈബിൾ കോളേജിൽ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ പഠിപ്പിക്കുന്നതിനെന്നറിയാമോ? ഞങ്ങൾക്ക് കൊണ്ട് 2 ബൈബിൾ കോളേജ്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നമ്മുടെ ഡോക്ടറിൻ പഠിപ്പിച്ചിട്ട് എങ്ങനെ വേദപുസ്തകത്തിൽ നിന്ന് അതിനെ തെളിയിക്കാമെന്ന് പഠിപ്പിക്കും. അല്ലാതെ വേദപുസ്തകം പഠിപ്പിച്ചിട്ട് ഡോക്ടറിൻ ഉണ്ടാക്കുകയല്ല, ഡോക്ടറിൻ പഠിപ്പിച്ചിട്ട് വേദപുസ്തകം എങ്ങനെ അതിനെ തെളിയിക്കാമെന്ന് പഠിപ്പിക്കും. അത് ഇങ്ങനെയുള്ളൊരു മനോഭാവം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് നമ്മളുടെ ഡോക്ടറിന് വേണ്ടി ഇതിനെ വളച്ചൊടിക്കാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. എന്നാൽ ഇവിടെ പറയുന്നത് എന്തറിയാമോ? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു. സഭായോഗത്തിന് സംസാരിക്കുന്ന കാര്യം അല്ല അവിടെ പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? നമ്മൾ ആത്മാവിനെ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കൈകൊട്ടി പാട്ട് പാടി നമ്മൾ സങ്കീർത്തനങ്ങൾ പാടും, സ്തുതി പാടുന്നുള്ള അതൊക്കെ ചെയ്തു, അത് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ പറയുന്നത് എന്തറിയാമോ? സ്പീക്കിംഗ് വൺ അനദർ ഇൻ സാംസ് ആൻഡ് ഹിംസ്. പ്രിയമുള്ളവരെ, അതൊരു നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്. സ്പീക്കിംഗ് വൺ അനദർ ഇൻ സാംസ് ആൻഡ് ഹിംസ്. നമ്മൾ അന്യോന്യം സംസാരിക്കുമ്പോൾ, I will explain it, and also making melody in your heart to the Lord. എന്താണ് അടുത്ത എന്താ പറയുന്നത്? തമ്മിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും കൊണ്ട്. അടുത്തത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എപ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്യുവീൻ, ഗിവിംഗ് താങ്ക്സ് ഓൾവേസ് ഫോർ ഓൾ തിങ്സ് ആൻഡ് സബ്മിറ്റിംഗ് വൺ അനദർ ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? When you are drunk in the Holy Spirit, this naturally will happen. കാര്യം ഇതെല്ലാം ആത്മാവിൻ്റെ പരിപാടികളാണ്, അല്ലാതെ മാനുഷികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഏതാ? നാച്ചുറലി വി കനോട്ട് സ്പീക്ക് വിത്ത് ഈച്ച് അതർ ഇൻ ഹിംസ് ആൻഡ് എന്നാ നമ്മൾ സ്വാഭാവികമായിട്ട് രണ്ടുപേരും സംസാരിക്കുമ്പോഴെല്ലാം എന്നാ സങ്കീർത്തനവും സദൃശവാക്യവും എല്ലാം നമ്മൾ പറയുന്നത്, വേറെ വാക്യമൊക്കെ പറയുന്നത് ഇല്ലേ? അതാണ് നമ്മുടെ നാച്ചുറൽ വേ ഓഫ് ടോക്കിംഗ്. പക്ഷെ ഇവിടെ എന്താണെന്നറിയാമോ? വെൻ യു ആർ ഡ്രങ്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, അന്യോന്യം സംസാരിക്കുന്നത് തന്നെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലുമാണ്. ഈവൻ യുവർ ടോക്ക് ഇസ് ഹിം. നിങ്ങളുടെ സംസാരം തന്നെ ഒരു പാട്ടാണ്. നിങ്ങളുടെ സംസാരം അന്യോന്യം സംസാരിക്കുമ്പോൾ തന്നെ എന്താണ്? ദാറ്റ് ഇസ് സംതിങ് ഡീപ് വിതിൻ. യു ആർ ടോക്കിംഗ് വിത്ത് ഈച്ച് അതർ ഇൻ ഹിംസ് ആൻഡ് സാംസ്. സങ്കീർത്തനങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്ന് അങ്ങ് ചാടി വരികയാണ് വെൻ യു ടോക്ക് ഈച്ച് അതർ. അതാ പറയുന്നത്. നമ്മൾ ഇപ്പം ഈ കറുത്ത പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന സങ്കീർത്തനം വായിക്കാൻ അക്ഷരം അറിയാവുന്നതെല്ലാം വായിക്കരുത്. നമ്മുടെ സഭായോഗത്തിന് നമ്മൾ സങ്കീർത്തനമുണ്ട്. അതുകൊണ്ട് ഫേസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ്?
ആത്മാസനത്തിനായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയങ്ങളാലും അതൊക്കെയാണ് നമ്മുടെ സഹായത്തിന് വേണ്ടത്. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ആർക്കും ആത്മാവ് നിറയേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ എത്രയോ എണ്ണം പറയുന്നുണ്ടല്ലേ. 91 മസൂർ വായിക്കാതെ ഏതെങ്കിലും സവാരാധന സിറിയൻ ചർച്ചസ് നടക്കുന്നുണ്ടോ? അതെല്ലാം ആത്മാവ് നിറഞ്ഞിട്ട് വല്ലതും ഒന്നുമല്ല. പക്ഷെ ഇവരെന്താ പറയുന്നത് അറിയാമോ? ടോക്കിംഗ് ഈച്ച് അതർ, സ്പീക്കിംഗ് വൺ അനദർ ഇൻ സാംസ് ആൻഡ് ഹിംസ്. അന്യോന്യം സംസാരിക്കുന്നത് എന്താണ്? സങ്കീർത്തനങ്ങളും സ്തുതികളുമാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ പറയുമ്പോൾ എനിക്കറിയാം, ഇറ്റ് ഈസ് അൻ ഏലിയൻ തിങ് ഫോർ us. നമ്മൾ ഇതിൻ്റെ ഒന്നും അയലോക്കത്ത് പോലും പോകാത്തത് കൊണ്ട് നമ്മളെന്താണെന്നറിയാമോ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഇതൊന്നും ദൈവികം അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് അപ്രാപ്യമാണെന്ന് ചിന്തിക്കരുത്. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. പൗലോസ്, ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ്. അതേ മനസ്സിലാക്കണം. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. പിന്നെന്താ പറയുന്നത്? അതിനകത്ത് ദുർനടപ്പുണ്ടാകുമല്ലോ. എന്നാൽ എന്താ? അങ്ങനെ ആത്മാവ് നിറഞ്ഞവരായി, ബട്ട് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അവിടെ ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ്. ഇറ്റ് ഈസ് ഗുഡ് ടു ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്നല്ല പറയുന്നത്. ആത്മാവിൽ നിറയുന്നതൊക്കെ നല്ലതാ മക്കളെ എന്നല്ല പറയുന്നത്. സി, ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ്. ഇറ്റ് ഈസ് എ കമാൻഡ്മെന്റ് ഫോർ ഓൾ ദ ബിലീവേഴ്സ്. ഇന്നത്തെ പ്രശ്നം എന്നറിയാമോ? രക്ഷിക്കപ്പെടണമെന്നുള്ളത് നമ്മൾ ഒരു കമാൻഡ്മെന്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ സ്നാനപ്പെടണമെന്നുള്ളത് ഒരു കമാൻഡ്മെന്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ പറ്റിയ മോനെ അഭിഷേകമൊക്കെ പ്രാപിക്കണം. ദാറ്റ് ഇസ് നോട്ട് വി ആർ നോട്ട് പ്രൊജക്ടിങ് ഇറ്റ് ആസ് എ കമാൻഡ്മെന്റ്. അത് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, കർത്താവല്ലേ അല്ലേ? സി, ബട്ട് പോൾ സെയ്സ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നിറയുവിൻ. ദാറ്റ് ഈസ് എ ബിഗ് കമാൻഡ്മെന്റ്. അവിടെ പറയുകയാണ്, അങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇത് എന്തോ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. അന്യോന്യം സംസാരിക്കുന്നതിന് എങ്ങനെയാണ്? സങ്കീർത്തനങ്ങളാണ്, സ്തുതികളാണ്. ഒരാൾ ആത്മനിർഭരവനാണോ എന്നറിയാനുള്ള മാർഗം ഇതൊക്കെയാണ്. ഈ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വെദർ ഹി ഈസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അന്യഭാഷയൊക്കെ പറയുന്ന ആദ്യത്തെ സമയത്തുണ്ടാകുന്നത് ദാറ്റ് ഈസ് എ വെരി മിനിമം എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് ദ ലീസ്റ്റ് മിനിമം എക്സ്പീരിയൻസ് പറയുന്നതാണ് എന്ത്? അന്യഭാഷകൾ സംസാരിക്കുക എന്ന് പറയുന്നത്. അന്യഭാഷകൾ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമൊന്നുമല്ല. കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ ആദ്യത്തെ സമയത്തല്ല ഒരു അന്യഭാഷ സംസാരിക്കുന്നത്. അല്ലേ? ദാറ്റ് ഈസ് അഭിഷേകത്തിൻ്റെ ഒരു എന്താ, അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് യു സ്പീക്ക് ഇൻ ടങ്സ്, ബിക്കോസ് വെൻ യു സ്പീക്ക് ഇൻ ടങ്സ് യു സ്പീക്ക് ടു ഗോഡ്. പക്ഷേ ഞാൻ ആത്മനിറവുള്ളവനാണോ എന്നറിയുന്നത് ഞാൻ പറയുന്ന അന്യഭാഷയുടെ അടിസ്ഥാനത്തിലല്ല. ഞാൻ ആത്മനിറവുള്ളവനാണോ എന്നറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എന്താണെന്നുള്ളതാണ്. വെൻ ഐ സ്പീക്ക് വിത്ത് സംബഡി എൽസ്, എന്താണ്? പാട്ടാണ്, സങ്കീർത്തനമാണ് വരുന്നതെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ സങ്കീർത്തനത്തിൻ്റെ വാക്കുകളാണെങ്കിൽ സ്വാഭാവികമായി ഇവരിങ്ങനെയുള്ള ആളുകളല്ല. സ്വാഭാവികവും ഞാൻ അങ്ങനെയുള്ള ആളല്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ വായിൽ നിന്ന് ലാവണ്യ വാക്കുകളാണ് ഒഴുകി വരുന്നത്. നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. കൃപയോടുകൂടിയ വാക്കുകൾ, അല്ലാതെ ഒരിക്കലും ഒരു ഹാർഷ് വാക്ക് ഉണ്ടാകുന്നില്ല. ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, നമ്മുടെ വായിൽ നിന്ന് ഹാർഷായിട്ടൊരു വാക്ക് ഉണ്ടാകത്തില്ല. കാര്യം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? വി ആർ നോട്ട് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. കാര്യം ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതാണ് എന്ന് സംസാരിക്കുന്നത്, വായി സംസാരിക്കുന്നത്. നമ്മളുടെ ഹൃദയത്തിനകത്ത് എന്തുണ്ടോ അതാണ് നമ്മൾ പുറത്ത് വരുന്നത്. അല്ലാതെ പെട്ടെന്നൊന്നും കയറി വരുന്ന കാര്യമൊന്നുമല്ല. അല്ലേ? പെട്ടെന്ന് കയറി വരുന്നത്. എമി കാർമൈക്കിൾ പറഞ്ഞ ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഉദാഹരണം പറഞ്ഞാണ്. എമി കാർമൈക്കിൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളൊരു ഗ്ലാസ് വെള്ളം കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ ആരെങ്കിലും നമ്മുടെ കൈക്ക് തട്ടുമ്പോൾ ആ വെള്ളം മറിഞ്ഞ് വീണിട്ട് അതിനകത്തുനിന്ന് വന്നത് മോശം വെള്ളമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി അത് ഉണ്ടായിരുന്നെന്നാണ്. നമുക്കിനും പറയുമല്ലോ, ഞാൻ പറഞ്ഞതാണോ എന്നെ കൊണ്ട് പറയിച്ചതല്ലയോ എന്നൊക്കെ പറയുമല്ലോ. ഞാൻ പറഞ്ഞതാണോ എന്നെ കൊണ്ട്, അങ്ങനെ പറയത്തില്ലയോ? അതോ നമ്മൾ ചൂടാറ്റിങ്ങനെ നിന്ന് പറയുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊന്നും പറയണമെന്നൊന്നും ഉള്ളതല്ല, എങ്ങനെ പറയാതിരിക്കുന്നു, എന്നെ കൊണ്ട് പറയിച്ചതല്ലയോ എന്നല്ലേ. ഈ പറയിക്കാൻ വന്നപ്പം ഇത് ഉള്ളിലുണ്ടായിട്ടില്ലേ പുറത്ത് ചാടിയത്, അല്ലാതൊന്നും അല്ലല്ലോ അല്ലേ. ഉള്ളിലുണ്ടെങ്കിലേ എന്ത് പറയത്തുള്ളൂ? പുറത്ത് വരത്തുള്ളൂ. നമ്മൾ വെള്ളം കൊണ്ട് പോകുമ്പോൾ നമ്മളുടെ കൈ ഒരാൾ തട്ടിക്കഴിഞ്ഞാൽ, തട്ടിയിട്ട് വെള്ളം പുറത്ത് വീണാൽ അതിൻ്റെ അർത്ഥം കൈ തട്ടിയവൻ്റെ കുഴപ്പമല്ല, വെള്ളത്തിൻ്റെ കുഴപ്പം. കർത്താവ് പറഞ്ഞു, യു വിൽ ബി ജഡ്ജഡ് ബൈ എവ്രി കെയർലെസ് വേർഡ് യു സ്പീക്ക്. നിങ്ങൾ ശ്രദ്ധയില്ലാതെ പറയുന്ന ഏത് വാക്കുകൊണ്ടും നിങ്ങൾ വിധിക്കപ്പെടും. നമ്മൾ നോർമലി പറയുന്ന അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം ബ്രദറെ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ. പക്ഷെ അവിടുത്തെ അർത്ഥം അതല്ല. അവിടെ പറയുന്നത് നിങ്ങൾ ആരാണെന്ന് തെളിയിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയോടുകൂടിയ വാക്കുകളല്ല, നിങ്ങൾ ശ്രദ്ധിക്കാതെ പറയുന്ന വാക്കുകളാണെന്ന്. കാര്യം ശ്രദ്ധയോടുകൂടെ പറയുന്നത് എന്താണെന്നറിയാമോ? അതൊരിക്കലും അത് അഭിനയമാണ്. ഇപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഏതെങ്കിലും പിള്ളേർ, ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്,
ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പാസ് വന്നിരിക്കുന്ന കൂട്ടത്തിൽ പിള്ളേരെല്ലാം കൂടെ മുറ്റത്ത് ഞങ്ങൾക്ക് ചില നല്ല വലിപ്പമുള്ള മുറ്റമുണ്ട്. അവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിച്ച കൂട്ടത്തിൽ ഒരു ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ട് ബോൾ വന്ന് നമ്മുടെ ഡ്രോയിങ് റൂമിൽ വന്ന് വീണു. അപ്പോൾ പാസ്റ്റർ ഞങ്ങളെല്ലാം എണീറ്റ് നോക്കിയപ്പോഴത്തേക്ക് അടിച്ച് തെറിപ്പിച്ച പയ്യൻ ഇങ്ങനെ വാതക്കിലിങ്ങനെ നോക്കി നിൽപ്പുണ്ട്. ഇപ്പോൾ എന്തോ അടുത്ത് സംഭവിക്കാൻ പോകുന്നുള്ള വലിയ പ്രയാസത്തിലിരിക്കുകയാണ്. പക്ഷെ ഞാൻ അവനോട് എന്താ പറഞ്ഞെന്നറിയാം, ടോമി മോനെ കളിക്കുന്ന വളരെ സൂക്ഷിച്ചോളെ. ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഈ ക്രിക്കറ്റ് ബോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത്. കണ്ടില്ലേ ആ ഗ്ലാസ് പൊട്ടി, ആ കളറുള്ള ഗ്ലാസ്സിനും കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസമല്ലേ. എടുത്തോണ്ട് പോകും, ബോൾ എടുത്തോണ്ട് പോകും, നീ സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ എന്നോടാണെന്നറിയാം, പാസ് ഇരിക്കുന്നതുകൊണ്ടാണ്. പാസ് ഇല്ലെങ്കിൽ അറിയാമായിരുന്നു ഞാൻ എന്തോ പറയുന്നതെന്നുള്ളത്. കാരണം പാസ് ഇരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യത്തുള്ളൂ, ശ്രദ്ധിച്ചേ സംസാരിക്കത്തുള്ളൂ. ഞാൻ ശ്രദ്ധിച്ച് സംസാരിക്കുന്ന വാക്കുകൾ ഞാൻ ആരാണെന്ന് തെളിയിക്കുന്നില്ല. ഞാൻ ശ്രദ്ധിക്കാതെ പറയുന്ന വാക്കുകളാണ് ഞാൻ ആരാണെന്നുള്ളത് തെളിയിക്കുന്നത്. തിരുവല്ലായിൽ നിന്ന് കോട്ടത്തിന് പോകാൻ വണ്ടി കയറാൻ ഞാനിങ്ങനെ, എനിക്ക് ക്യൂ നിന്ന് വണ്ടി കയറാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു സൂട്ട് കേസും കൊണ്ടുവന്ന് എൻ്റെ നടുവിന് ഇടിച്ചിട്ട് എൻ്റെ കാലയിൽ ചെരുപ്പിട്ട് ചവിട്ടി അരച്ച് എന്നെ തള്ളി മാറ്റി അയാൾ കയറാൻ നേരം ഞാൻ അയാളോട് എന്തോ പറയുന്നോ അതാണ് ഞാൻ. അല്ലാതെ സവായോഗത്തിൽ വന്നിട്ടുണ്ട് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ എന്ന് പറയുന്നൊന്നും അല്ല ഞാൻ. എന്താണ് ഞാൻ? ശ്രദ്ധയില്ലാതെ പറയുന്ന വാക്കുകൾ, ആർക്കു വേണ്ടിയും പറയാതെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന വാക്കുകൾ, അതാണ് ശരിയായിട്ടുള്ള ഞാൻ, ഇല്ലേ? എന്നാൽ ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഈ നല്ല വാക്കുകൾ പറയാനൊന്നും എൻ്റെ കയ്യിൽ പറ്റുന്ന കാര്യമൊന്നുമല്ല, എനിക്ക് പറ്റത്തില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്ന അറിയാമോ? ഞാൻ ലഹരി പിടിച്ചിരിക്കുകയാണ്. ലഹരി പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറയുമല്ലോ, അവനല്ല പറയുന്നത് കള്ളാ പറയുന്നതെന്ന് പറയുമല്ലോ എന്നതുപോലെ വാട്ട് ഹാപ്പൻസ്? സ്വാഭാവികമായി എൻ്റെ എല്ലാ ചിന്തകളും പോകണം. ചെന്നായെപ്പോലെ കുരച്ചു ചാടാൻ ഇരുന്ന ആളുകൾ ഇപ്പോൾ കുഞ്ഞാടിനെ പോലെ മുഖം ഉരുമ്മി സംസാരിക്കുക, അല്ലേ? ഹഗ് ചെയ്യുകയാണ്. വാക്കുകൾ കൃപയോട് കൂടിയതാണ്, ഉപ്പിനാൽ രുചി വരുത്തിയതാണ്. ഇത് ഞാനല്ല, എൻ്റെ എന്നിൽ വസിക്കുന്ന ആത്മാവാണ്. ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ, പണ്ടുമില്ല. ഞാൻ പണ്ടെന്ത് ചെയ്തിട്ടില്ല, ഈ വാക്കുകൾ ഞാൻ ഉച്ചരിച്ചിട്ടില്ല. ഞാൻ ഈ വാക്കുകളല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, വളരെ മോശമായ വാക്കുകളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ ആ വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വരത്തില്ല. കാര്യം എൻ്റെ ഹൃദയത്തിൽ ആര് കയറിയിരിക്കുകയാണ്? ആത്മാവ് കയറിയിരിക്കുകയാണ്. ആത്മാവിനാൽ ഞാൻ ലഹരി പിടിച്ചിരിക്കുകയാണ്. എൻ്റെ വാക്കുകൾക്കിപ്പോൾ സംഗീതത്തിൻ്റെ താളമാണ്. എൻ്റെ വാക്കുകൾ ഇപ്പോൾ സങ്കീർത്തനത്തിൻ്റെ ശ്രുതിയാണ്. ദിസ് ഈസ് ദി ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതാ വാസ്തവത്തിൽ ആത്മനിറവെന്ന് പറയുന്നത്. എനിക്ക് ആത്മനിറവുണ്ടെങ്കിൽ എന്താണ്? എൻ്റെ സംസാരത്തിൽ സംഗീതമായിരിക്കും, എൻ്റെ സംസാരം ലാവണ്യമുള്ളതായിരിക്കും. ഐ സ്പീക്ക് ബ്യൂട്ടിഫുൾ വേർഡ്സ്, ഗ്രേസ്ഫുൾ വേർഡ്സ്. അടുത്തെന്താ കാണുന്നറിയാമോ? അടുത്തത്, ഞാൻ ആത്മനിറവുള്ളവനായി ഇരിക്കുമ്പോൾ അടുത്തത് എന്തായിരിക്കും? എൻ്റെ ഹൃദയം മുഴുവൻ സംഗീതമായിരിക്കും. മേക്കിംഗ് മെലഡി ഇൻ മൈ ഹാർട്ട്. മേക്കിംഗ് മെലഡി, അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്? മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട് ടു ദ ലോർഡ്. നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ മാത്രമല്ല, എൻ്റെ ഹൃദയതലത്തിൽ മുഴുവനും സംഗീതമാണ്. ഐ എൻജോയ് മൈ ലൈഫ്. എപ്പോഴാണ് നമ്മൾ സാധാരണ പാട്ട് പാടുന്നത്? നമ്മൾ ഫ്രീ ആകുമ്പോഴാണ്. വെൻ ഐ എം ഫ്രീ. നമ്മൾ സാധാരണ കുളിക്കാൻ കയറുമ്പോൾ പാട്ട് പാടുന്നുണ്ട്, എന്നറിയാമോ? അപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആകുന്നത്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ദാറ്റ് ടൈം വി ആർ നോട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊന്നും ഒരുക്കുന്നില്ല. വി ആർ അവർ ഓൺ, വി ഫീൽ ഫ്രീ, ഇല്ലേ? പക്ഷേ ആത്മാവ് നിറഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ എന്താണ്? മെലഡി. മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട്, നോട്ട് ജസ്റ്റ് സിംഗിങ്. എന്താണ്? ഇറ്റ് ഈസ് മെലഡി, മെലോഡിയസ് വോയിസ് ആണ്. വൈ? ഹി ഈസ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഓ ഹല്ലേലൂയ. Heaven is in my heart. Oh, heaven is in my heart. അല്ലേ? Heaven is in my heart. നമ്മുടെ ഹൃദയത്തിൽ സ്വർഗം അങ്ങ് കയറിയിരിക്കുകയാണ്. So when you are filled with the Holy Spirit, my friend Viju sings that song very, Vijay Travan, he sing it very heartfelt. വളരെ നന്നായിട്ട്. he was here, ഞാൻ അവനോട് തീർച്ചയായിട്ടും ആ പാട്ട് പാടാൻ പറഞ്ഞു. അതുപോലെ that fills my heart, melody in my heart. You see, heaven is in my heart. എൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. ഞാൻ സന്തുഷ്ടനായിരിക്കുകയാണ്. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും, ഞാൻ ഡാൻസ് ചെയ്യും. ബിക്കോസ് heaven is in my heart. ഇല്ലേ? that is your feeling when you are filled with the Holy Spirit. നിന്റെ ഹൃദയത്തിൽ ആത്മാവുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ സ്വർഗമുണ്ട്. നിന്റെ ഹൃദയത്തിൽ ആത്മാവുണ്ടെങ്കിൽ you will certainly you enjoy life. You sing songs. You are free. എൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞെന്ന് പറയുന്ന വാസ്തവത്തിൽ എന്തോരം ഇതാണെന്നുള്ള, അത് നല്ലൊരു എക്സ്പ്രഷനാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഭാരം പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ കർത്താവിൻ്റെ ആത്മാവ് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, അതെടുത്ത് താഴെ വെച്ചിട്ട് പറഞ്ഞു യു ഡാൻസ്. അപ്പോൾ എനിക്ക് നടക്കാൻ പോലും വയ്യാതിരുന്ന സമയത്ത് എന്താണ് എൻ്റെ ഭാരം പോയി കഴിയുമ്പോഴത്തേക്ക് വാട്ട് ഐ ഡു, I just making melody in my heart and I dance and sing and praise the Lord. ശരിക്കും എൻ്റെ എക്സ്പീരിയൻസ് എന്തോരം ഡിഫറൻ്റ് ആയിരിക്കുമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ദാറ്റ് ഈസ് ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഇന്ന് വാസ്തവത്തിൽ നമ്മളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞിരിക്കുന്നതല്ല. അത് ഹൗ മെനി പീപ്പിൾ എൻജോയ് ദിസ് ഫ്രീഡം? ഹൗ മെനി ഓഫ് യു ആർ എൻജോയിങ് ഫ്രീഡം ഇൻ യുവർ ലൈഫ്? മെനി ടൈംസ് ഐ വണ്ടർ, I fear that 90% of people at least who say they are born again do not enjoy freedom.